ഓ വേണ്ട. അത് ശരി, റേസ് എന്നോടോ? എങ്കില് വാ. ഹണി പതുക്കെ പതുക്കെ, ഹണി ഹണി പതുക്കെ. എടാ എന്റെ പൊന്നു ഹനി, ബ്രേക്ക് അടിക്ക്, ബ്രേക്ക്. സ്റ്റോപ്പ്. താൻ എത്രമാത്രം ട്രാഫിക് നിയമം ലംഘിച്ചു എന്ന് അറിയാമോ തനിക്ക്? താൻ ഇതിനെല്ലാത്തിനും ഫൈൻ അടച്ചിട്ട് ഇവിടെ പോകാൻ പറ്റുമോ? നിയമം ലംഘിച്ചെന്നോ? ഹലോ, എന്റെ വണ്ടി ഒരിക്കലും ഒരു ട്രാഫിക് നിയമം ലംഘിക്കയില്ല. ആ ശരി, എന്നാ ലൈസൻസ് എടുക്ക. അതെന്ത് കുന്തമാ? അത് ശരി, അപ്പൊ ലൈസൻസ് ഇല്ലാതെയാണോ താൻ വണ്ടി ഓടിച്ചത്? റോഡിൽ വണ്ടി ഓടിക്കണമെങ്കിൽ തന്റെ കയ്യിൽ തീർച്ചയായിട്ടും ലൈസൻസ് ഉണ്ടായിരിക്കണം. മഴ കഴിഞ്ഞാൽ ഉടൻ തന്നെ സൂര്യൻ വരണം. പറയൂ സാറേ, ഇവിടെ എന്താണ് പ്രശ്നം? അടികൈ? എന്റെ സാറേ, ഇവൻ കാർ ഓടിക്കുക, എന്നാൽ ലൈസൻസ് ഇവന്റെ കയ്യിൽ ഇല്ല. എടാ കണി, നിന്റെ കയ്യിൽ ലൈസൻസ് ഇല്ലേ? ഇല്ല. കണ്ണ സാറിന്റെ കയ്യിലുണ്ടോ? ആ. എങ്കിൽ ഇദ്ദേഹത്തിന് കൊടുത്തേക്ക്, അദ്ദേഹത്തിന് വേണം അത്രേ. എടാ എന്റെ അല്ല, നിന്റെ ലൈസൻസാ വേണ്ടത്. എനിക്കതില്ലല്ലോ. തൈരിൽ പഞ്ചസാര ഇട്ടാൽ ലസിയാണ്. പാവം ഇവൻ ഒരു കുട്ടിയാണ്. അടികൈ. എന്റെ തനി നിറം താ പുറത്തെടുപ്പിക്കരുത്. മര്യാദക്ക് സ്റ്റേഷനിലേക്ക് വരുന്നത് നല്ലതാ. ഞാനെന്തിനാ വരണ്ടേ? തന്നോട് ആരാ പറഞ്ഞത്? ദാ ഇവനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ആ നിങ്ങൾ വേഗം വണ്ടി എടുത്തോണ്ട് പോകാൻ നോക്ക്. ഹണിയെ വിട്ടേക്കണം സാർ, പ്ലീസ് ഹണിയെ വിട്ടേക്കണം. പ്ലീസ്, എന്നെ ജയിലിൽ ഇടരുത്. ഇടാതിരിക്കാൻ ഒരു വഴിയുമില്ല. താൻ നിയമം ലംഘിച്ചിരിക്കുകയാണ്. മഴ പെയ്തു റോഡ് മുഴുവനും ഇപ്പോൾ വെള്ളം. ഹണി നീ ടെൻഷൻ ആകണ്ട. മിസ് കട്കറെ വിളിച്ചോണ്ട് ഞാൻ സ്റ്റേഷനിൽ വന്നേക്കാം. അടികൈ. എന്നെ വിട്. വെരി വെരി ഗുഡ് മോർണിംഗ് സർ. ആ ഗുഡ് മോർണിംഗ്. ഹണി കൊള്ളാം, ഇത് നമ്മുടെ ഇൻസ്പെക്ടർ പാണ്ഡേയുടെ പോലീസ് സ്റ്റേഷൻ ആണല്ലേ? നീ എന്തായി കാണിച്ചത്? ചായക്ക് നല്ല ചൂടായിരുന്നു. സാറേ, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു. ഇവന്റെ മേലെ ഒരു കേസ് എഴുതിയേക്ക്. വേണ്ട വേണ്ട, കേസൊന്നും എഴുതിയേക്കരുത്. അതെ, ഞങ്ങൾ മാപ്പ് ചോദിച്ചോളാം. ഉടൻ തന്നെ ലൈസൻസിന് വേണ്ടി ഞങ്ങൾ അപ്ലൈ ചെയ്തോളാം. പറ്റില്ല പറ്റില്ല, ഇവൻ നിയമം ലംഘിച്ചിരിക്കുകയാണ്. അതിനുള്ള ശിക്ഷ ഇവൻ തീർച്ചയായിട്ടും അനുഭവിച്ചേ മതിയാകും. ഇവൻ അകത്താക്കാതെ രക്ഷപ്പെടാൻ പറ്റിയ സമയം. ഞാൻ പറയുന്നത് നടക്കുള്ളൂ. ആരും അനങ്ങി പോകരുത്. അനങ്ങിയാൽ ഇവന്റെ പണി ഞാൻ തീർക്കാം. എന്നെ ഒന്നും ചെയ്തേക്കരുത്. ഞാൻ വെറും ഒരു ട്രാഫിക് പോലീസാ. ഇദ്ദേഹം മഴ ഇൻസ്പെക്ടർ. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നീ അദ്ദേഹത്തെ ചെയ്തേക്ക്. വേണ്ട, അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്. പിടിക്കൂ സാറേ. ഇനി നീ എങ്ങോട്ട് പോകും? എന്നെ വിടാ. ആ ഐഡിയ. താങ്ക് യു. നിങ്ങളാ എന്റെ ജീവൻ രക്ഷിച്ചത്. താങ്ക് യു. അപ്പൊ കേസ് എഴുതില്ലല്ലോ അല്ലേ?
ഞാൻ എഴുതും കേസ്. നീ എപ്പോഴൊക്കെ എന്റെ സ്റ്റേഷനകത്തേക്ക് വരുന്നുവോ അപ്പോഴൊക്കെ എന്റെ കൈയും കാലും ഒടിയുകയാണ്. എന്താ സാറേ ഇത്? ഗുണ്ടകളെയൊക്കെ ഇടിച്ച് ശരിപ്പെടുത്തി നമ്മളെ രക്ഷപ്പെടുത്തിയത് ഇവർ തന്നെയല്ലേ? ആദ്യം നീ ലൈസൻസ് എടുക്കണം, എന്നിട്ട് മാത്രമേ കാർ ഓടിക്കാവൂ. നന്നായിട്ട് കാർ ഓടിക്കാൻ ആദ്യം പഠിക്കേ, മനസ്സിലായോ? എന്നാ അങ്ങ് ലൈസൻസിങ് താ. അങ്ങനെയൊന്നും എനിക്ക് തരാൻ കഴിയില്ല. നീ ആദ്യം പോയി ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കണം, എന്നിട്ട് ടെസ്റ്റ് എഴുതിയാലേ ലൈസൻസ് കിട്ടുകയുള്ളൂ. ശരി എന്നാ ഞാൻ നാളെ തന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പോവാ. നെക്സ്റ്റ്, അടുത്തത് ആർക്കാണ് ഡ്രൈവിംഗ് പഠിക്കേണ്ടത്? എനിക്കാണ് പഠിക്കേണ്ടത്. പേര് ബ്രേക്ക് ഇട്ട് പറഞ്ഞോ. ഹണി. മുഴുവൻ പേരെന്താണ്? മുഴുവൻ പേര് ഹണിയാണ്. ഹണി കാട്ട്കർ. ആ കട്ട് ചെയ്തോ. ഇനി ഇയാളുടെ പേരെന്താണെന്ന് വേഗം ഒന്ന് പറയൂ. ഞങ്ങൾ പറഞ്ഞത് കട്ട് ചെയ്യാനല്ല, കാട്ട്കർ എന്നാ പറഞ്ഞത്. ഹണി കാട്ട്കർ. ശരി, ഓക്കെ. ചെന്ന് ട്രയൽ എടുക്ക്. നിനക്ക് എത്രമാത്രം ഡ്രൈവിംഗ് അറിയാമെന്ന് നോക്കണമല്ലോ. All the best, ഹണി. ശരി, നീ ഗ്രൗണ്ട് മുഴുവൻ ചുറ്റി വാ, വേഗം ബ്രേക്ക് അടിച്ചോണ്ട്. ബ്രേക്ക് ചവിട്ടിയോ? പിന്നെ എങ്ങനെ കാറ് മുന്നോട്ട് പോവാ? ബ്രേക്ക് അടിക്കെന്ന് പറയുന്നത് എന്റെ ഒരു ശീലമാണ്. അതിനെ കുറിച്ച് ആലോചിക്കണ്ട, ബ്രേക്ക് അടിക്കേ. ഇതൊരുമാതിരി കൊച്ചു പിള്ളേർ വണ്ടി ഓടിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഫാസ്റ്റ് ആയിട്ട് ഓടിക്കാം. വേണ്ട, അങ്ങോട്ട് വേണ്ട. ഇനിയും നിനക്ക് ട്രെയിനിങ് കിട്ടിയിട്ടില്ല. ഹണി നിൽക്ക്. കണ്ടോ ഞാൻ എത്ര ഫാസ്റ്റ് ആയിട്ടാ വണ്ടി ഓടിക്കുന്നത്. എടാ, ഒന്ന് പതുക്കെ പോ, എനിക്ക് ജീവനിൽ കൊതിയുണ്ട്. എന്റെ കൺട്രോൾ കണ്ടല്ലോ. സ്പീഡ് ബ്രേക്കർ കണ്ടത് ഞാൻ കാറിന് എത്ര സൂപ്പർ ആയിട്ടാണ് ഓടിച്ചതെന്ന്. ബ്രേക്ക് അടിക്കേ, ബ്രേക്ക് അടിക്കേ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ബ്രേക്ക് അടിക്കാന്ന് പറയുന്നത് അങ്ങയുടെ ഒരു ശീലമാണ്. അതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കാനേ പോകുന്നില്ല. ട്രക്ക്, എടാ ട്രക്ക്, ബ്രേക്ക് അടിക്കേ. കണ്ടോ ഞാൻ രണ്ട് വീലിൽ വണ്ടി ഓടിക്കാണ്. കണ്ടോ കണ്ടോ? വേണ്ട. കണ്ടോ മണലിൽ ഞാൻ ചെയ്യുന്ന ബാലൻസിങ് കണ്ടോ? ഇനി വേണമെങ്കിൽ ഞാൻ വെള്ളത്തിൽ ഓടിച്ച് കാണിക്കാം. ബ്രേക്ക് അടിക്കേ, ക്ഷമിക്കേ, ബ്രേക്ക് അടിക്കേ. വേണ്ട. കണ്ടോ എനിക്ക് പഠിക്കേണ്ട ഒരാവശ്യമില്ല. സർട്ടിഫിക്കറ്റോടെ എന്താണ് താ, എങ്കിലേ എനിക്ക് ലൈസൻസ് കിട്ടുകയുള്ളൂ. ആ ഞാൻ പാസ്സായി. പക്ഷെ ഞാൻ ഫെയിലായടാ. സോറി. ആരാണോ അത്? സോറി സാർ. നിങ്ങളോ? സർക്കാരിന്റെ വാഹനത്തിൽ വന്ന് ഇടിക്കുന്നോ? ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കരുത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഇതാ നോക്കണം സാർ, ഹണിയുടെ ലൈസൻസ്. ഇത് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസാ, ഇടിക്കാനുള്ളതല്ല. അപ്പൊ നീ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരും. സംശയമുണ്ടോ? അവിടെ വേറെ ഏതെങ്കിലും ഒരു ഗുണ്ട വന്ന് ഇദ്ദേഹത്തിന്റെ കഴുത്തിൽ കയറി പിടിക്കും. ഒന്നും പറയാൻ പറ്റില്ല, ചിലപ്പോ തട്ടിപ്പോവാനും ചാൻസ് ഉണ്ട്. ഇന്നത്തെ കാലത്ത് ഗുണ്ടകൾക്ക് പോലീസിനടുത്ത് പേടിയില്ല. അതെ, പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്നും പോകേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇനി വണ്ടി പതുക്കെ ഓടിക്കാൻ പഠിക്കാം. ഓക്കേ, ബൈ.